ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് കമലയും അനൂപും ചേർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീരയും അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞെന്ന് മീര പറയുമ്പോൾ, നീ ചുമ്മാ അവളെ ഓരോന്ന് പറയാതെ അകത്തേക്ക് കയറി പോകാൻ നോക്കെന്ന് മീരയോട് ദേഷ്യത്തോടെ പറയുകയാണ് കമല. തുടർന്ന് അകത്തേക്ക് കയറിയതിനു ശേഷം അർച്ചന അനൂപിനോട് പറയുകയാണ്, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വാടക വീട്ടിലേക്ക് മാറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിച്ചതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ, അതായിരുന്നു നല്ലതെന്ന് മീര മനസ്സിൽ പറയുന്നു. തൽക്കാലത്തേക്ക് കുറച്ചു നാളേട്ടത്തി എന്നെ സഹിച്ചേ പറ്റൂവെന്ന് അർച്ചന പറയുമ്പോൾ, അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കമല പറയുകയാണ്, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിനക്ക് കൂടി അവകാശപ്പെട്ട വീടല്ലേ? ഗർഭിണിയായ മകളെ സാധാരണ 7-ാം മാസം വിളിച്ചുകൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതല്പം നേരത്തെ ആയെന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. നിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അനൂപും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിലിരിക്കുന്ന സച്ചിയാണ്. അതേസമയം സന്ദീപ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഏട്ടാ, ഏട്ടത്തി വൃന്ദാവനത്തിലേക്കല്ലേ പോയത്? ഏട്ടൻ സമാധാനമായിട്ടിരിക്കെ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിനക്കറിയാലോ അവളെന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാ വന്നതെന്നും ഞാൻ അവളെ എങ്ങനെയാ കല്യാണം കഴിച്ചതെന്നും. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കൂടെ സന്തോഷത്തോടെ ഈ മുറിയിൽ കഴിയേണ്ടവളാണ് ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ആര് കാരണമായി ഇതൊക്കെ ഉണ്ടായത്? നീ തന്നെ പറ, ഞാൻ കാരണമാണോ? ഗർഭിണിയായ ഒരു പെണ്ണിനെ മാനസികമായി പീഡിപ്പിക്കാവുന്നതിന്റെ അപ്പുറമാണ് ഇവിടെ നിന്ന് അവൾക്കേറ്റ പീഡനങ്ങൾ. ഏട്ടാ, എല്ലാം ശരിയാകും ഏട്ടാ, ഏട്ടൻ സമാധാനമായിട്ടിരിക്കാൻ സന്ദീപ് പറയുമ്പോ, ഒന്നും ശരിയാകില്ലടാ, ഈ വീടിന്റെ ഐശ്വര്യമാണ് പടിയിറങ്ങിപ്പോയത്. അവൾക്ക് എങ്ങനെയാടാ എന്നെ ഇട്ടിട്ട് ഇറങ്ങാൻ പോയത്? പോയിക്കോട്ടെ, ഞാൻ എന്താണെങ്കിലും ആരെയും തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. അല്ല, നീ എന്തിനാ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ, അത് പിന്നെ ഏട്ടനെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണെന്ന് സന്ദീപ് പറയുന്നു. അതെ, എനിക്കിന്ന് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്ന ദിവസമാണല്ലോ. നിങ്ങളെല്ലാവരും പോയി കഴിക്ക്, എനിക്ക് വിശപ്പുമില്ല, എൻ്റെ ജീവിതവും നശിച്ചു, എൻ്റെ സമാധാനവും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചന അനൂപിനോട് ചോദിക്കുകയാണ്, അനൂപേട്ട, ഞാൻ വന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമായിട്ടില്ലല്ലേ? മോളെ, അവൾക്കാരോടും പ്രത്യേകിച്ച് അങ്ങനെ വിരോധമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോൾ അതിൽ കയറി അങ്ങ് പിടിക്കും, അത്ര തന്നെ. പിന്നെ മോളെ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുതെന്ന് അനൂപ് അർച്ചനയോട് പറയുന്നു. മോളെ, ഇനി നമുക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല, മോള് വിഷമമില്ലാതിരിക്കുക. ഈ കുഞ്ഞ് നമ്മുടെ വൃന്ദാവനത്തിനും നെല്ലിശ്ശേരിക്കുമെല്ലാം ഭാഗ്യം കൊണ്ടുവരുന്നൊരു കുഞ്ഞ് തന്നെയായിരിക്കും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിന് കൊടുക്കേണ്ട മരുന്ന് ഏതാണെന്നറിയാതെ ഗുളികകൾ ഓരോന്നായി തിരിച്ചും മറിച്ചും നോക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അതേസമയം സേതു മുറിയിലേക്ക് വരികയാണ്. അവന്തിക ഗുളികകളെല്ലാം തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ട്, എന്താ മോളെ എന്ന് സേതു ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛന് രാത്രി കഴിക്കേണ്ട ഗുളിക ഏതാണെന്ന് അറിയാമോ എന്ന് അവന്തിക ചോദിക്കുന്നു. ഇല്ല മോളെ, അതെല്ലാം അർച്ചനയ്ക്ക് മാത്രമേ അറിയാവൂ. ഗുളികയുടെ കാര്യമെല്ലാം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അർച്ചന പറഞ്ഞായിരുന്നു, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് സേതു പറയുമ്പോൾ അവന്തിക അനഘയെ വിളിക്കുകയാണ്. എന്താന്ന് ചോദിച്ചുകൊണ്ട് അനഘ മുറിയിലേക്ക് വരുമ്പോൾ അർച്ചനയെ വിളിച്ച് രാത്രിയിലെ മരുന്ന് ഏതാണെന്ന് ചോദിക്കാനായി അവന്തിക പറയുന്നു. കണ്ടോ, ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ അർച്ചനടുത്തി തന്നെ വേണം, ഞാനങ്ങും വിളിക്കില്ല, ഇതിൻ്റെയൊക്കെ കാണിക്കല് ചേച്ചി തന്നെയല്ലേ, അപ്പോൾ ചേച്ചി തന്നെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന് അനഘ ദേഷ്യത്തോടെ പറയുന്നു. മോളെ, മരുന്ന് തെറ്റിപ്പോയാൽ അതും പ്രശ്നമാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് സേതു അവന്തികയോട് ചോദിക്കുന്നു. ഈ ഒരു തവണ തോറ്റുപോയാലും കുഴപ്പമില്ല, എന്താണെങ്കിലും അവളോട് തന്നെ ചോദിക്കാമെന്ന് അവന്തിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർച്ചനയെ വിളിക്കുന്നു. അർച്ചനെ, നിനക്ക് സുഖമാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാ വിളിച്ചത്, എൻ്റെ സുഖവിവരം അന്വേഷിക്കാനാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. അല്ല, അച്ഛന് രാത്രി കൊടുക്കേണ്ട ഗുളിക ഏതാണെന്ന് എനിക്കറിയില്ല, അതിനാ വിളിച്ചത്. നിങ്ങൾ അച്ഛൻ അത്ര പ്രിയപ്പെട്ടവളാണെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഗുളിക അറിയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് ഗുളിക ഏതാണെന്ന് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ എല്ലാം കൂടി ഈ കിളവന്റെ അണ്ണാക്കിലിട്ട് ഞാൻ വെള്ളമൊഴിക്കുമെന്നും പിന്നെ ഇങ്ങനെ ചത്തുപോകുമെന്നും അവന്തിക പറയുന്നു. അതെ, എൻ്റെ ഫോണിന്റെ റെക്കോർഡിംഗ് ഓണാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും നാളെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ ഇത് കോടതിയിൽ കൊടുക്കാനുള്ള തെളിവാകുമെന്നുമൊക്കെ അർച്ചന പറയുമ്പോൾ, ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ആ കട്ടിലിന്റെ സൈഡ് ടേബിളിലുള്ള ഡ്രോയില് ഞാൻ വിശദമായി ഗുളികയുടെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, അതെടുത്ത് നോക്കാനായി അർച്ചന പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അവന്തിക ലിസ്റ്റ് നോക്കി സേതുവിന് ഗുളിക കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചനയുടെ ഓർമ്മകളിൽ ഉറങ്ങാൻ പോലുമാകാതെ വിഷമത്തോടെ നടക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കമല അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് സച്ചിയെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, വിളിച്ചില്ലെന്നും സച്ചിയേട്ടൻ ദേഷ്യത്തിലായിരിക്കുമെന്നും അർച്ചന പറയുന്നു. മോളെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പിണക്കം ഒരു രാത്രിക്കപ്പുറം പോകാൻ പാടില്ല. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും സച്ചിക്കും കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാം ഓർത്തിട്ട് മോളി വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കമല പുറത്തേക്ക് പോകുമ്പോൾ സച്ചിയെ വിളിക്കാനായി ഫോൺ എടുക്കുകയാണ് അർച്ചന. അതേസമയം സച്ചിയും അർച്ചനയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.